തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ചതിൽ അന്വേഷണം. 3-അംഗ സമിതി അന്വേഷണം നടത്തും. 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഓർത്തോ വിഭാഗം മേധാവിയുടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും റിപ്പോർട്ട് തേടി. രോഗിയുടെ കാലിൽ പുഴുവരിച്ച വാർത്ത പുറത്തെത്തിച്ചത് ന്യൂസ് മലയാളം. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ സമ്മതിക്കില്ല. ഇത് ചികിത്സാ പഴകൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു ദാക്ഷിണ്യ കാര്യത്തിൽ ഉണ്ടാവില്ല. വിവരങ്ങളുമായി സനിസയാണ് ചേർന്നത്. സനിസ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉയരെ ഉണ്ടായ ഒരു വലിയ അനാസ്ഥ, അതിലിപ്പോൾ ന്യൂസ് മലയാളമാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. അതിലൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. അഞ്ജലി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ICUവിൽ നിന്നാണ് ഇതിന്റെ കാലിലേക്ക് ഈച്ചയുടെ മുട്ട വരുന്നതും അങ്ങനെ പുഴുവരിക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DMEയിൽ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സ്വീകരിക്കും. അതനുസരിച്ച് അന്തിമ റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. അത് മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കും. ഹെഡായിട്ടുള്ള HOD ആയിട്ടുള്ള മനോജിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടാതെ ഒരു 3-അംഗ സമിതിയെയും അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. വൈസ് പ്രിൻസിപ്പൽ, ഓർത്തോ വിഭാഗം മേധാവികൾ തുടങ്ങിയ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് അന്വേഷണം നടത്തുക. ഇതിൽ ICUവിന്റെ മെയിൻ്റെനൻസ്, അതുപോലെ എങ്ങനെയാണ് ഇയാളുടെ മുറിവിലേക്ക് ഈച്ച മുട്ടയിട്ടത് തുടങ്ങിയ കാര്യം, എന്താണ് ഇതിൽ സംഭവിച്ചത്, ഇതിൽ ബന്ധപ്പെട്ട നഴ്സുമാർ, ഡോക്ടർമാർ, ഇവരുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തും. എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സൂപ്രണ്ടിന് നൽകും. സൂപ്രണ്ട് ആ റിപ്പോർട്ടിനനുസരിച്ച് ഒരു അന്വേഷണം, സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തും. അതിലും ചോദ്യം ചെയ്യലും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഒക്കെ ചോദ്യം ചെയ്യും. ഓർത്തോ വിഭാഗ മേധാവികളെ ഒക്കെ ചോദ്യം ചെയ്യും. അത്തരത്തിൽ ആ ഒരു റിപ്പോർട്ട് DMEക്ക് പ്രിൻസിപ്പൽ മുഖേന, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മുഖേന DMEക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കും. DME അത് വരുന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആരോഗ്യ വകുപ്പിന് കൈമാറും. തുടർന്ന് ഉടനടി തന്നെ നടപടി ഉണ്ടാകും. അങ്ങനെയാണ് നേരത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. സിസ്റ്റം തകരാറിലാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ ഉടനടി നടപടി ഉണ്ടാകും. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഈ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കാൻ സമ്മതിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നും വരുന്നത്. കൂടാതെ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ നടന്ന കട്ടിലിൽ നിന്ന് രോഗി വീണ് മരിച്ച സംഭവം, അദ്ദേഹത്തിന് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ഒരു രോഗമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞെട്ടി ഉണർന്നതാണ്. അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിലും നടപടി ഉണ്ടാകും. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ഒരു പുഴുവരിച്ച സംഭവത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. റിട്ടേൺ ആയിട്ട് ഒരു പരാതി ലഭിച്ചില്ല. സ്വമേധയായിട്ടാണ് ഇത് ഈ ഒരു പ്രശ്നം എടുത്ത് അന്വേഷിക്കുന്നത് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടാതെ തന്നെ സൂപ്രണ്ടും ഓർത്തോ വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ICU മെയിൻ്റെനൻസ്, ICU പോലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുക, ഒരു ഈച്ച ഒരു മുറിവിൽ കയറി അതിൽ പുഴു വരിക, വലിയൊരു തരത്തിലുള്ള വീഴ്ചയാണ്. ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതും ഒരു ICUവിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ മെയിൻ്റെനൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ്. സൂപ്രണ്ടിനെതിരെ വരെ അത്തരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. മുഖം നോക്കാതെ ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കും. സുരക്ഷ ഇത്തരത്തിലുള്ള ചികിത്സാ വീഴ്ചകൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം.